വാറൻ ബഫറ്റിന്റെ തിയറികളാണ് ഞാൻ പറയുന്നത്. വാറൻ ബഫറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്ററാണ്. സ്റ്റോക്സ് അദ്ദേഹം പറയുന്നതാണ് ഒരു അതോറിറ്റി ആയിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഇന്ന് പലരും കരുതുന്നത്. അദ്ദേഹത്തിന്റെ തിയറികളിലേക്ക് മുഴുവനായിട്ടല്ല ഞാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിങ് തിയറിയും അസോസിയേറ്റഡ് കാര്യങ്ങളും ഒരു റിസഷൻ മാർക്കറ്റിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹം പല സമയത്തായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ഒരു വാർ സിനാരിയോ ആണ്, സ്റ്റോക്സ് താഴേക്ക് വരികയാണ്, ഇൻഫ്ലേഷൻ കൂടുമെന്ന് പറയണു, ഇന്ത്യൻ സ്റ്റോക്സിന് എതിരായിട്ടാണ് ഇപ്പം എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കിടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വരുമാനം കുറവായിരിക്കും. ആ സമയത്ത് എങ്ങനെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ തിയറിയിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് കോമ്പൗണ്ടിങ് തിയറി വെച്ചിട്ടാണ്. അതായത് നമ്മൾ സാധാരണ ഒരു ജോലിക്കാരൻ നമ്മൾ വർക്ക് ചെയ്ത് സമ്പാദിക്കുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു അസറ്റ് അക്യുമുലേഷൻ ആണ് ഉണ്ടാവുക. അത് തന്നെയല്ല, അയാൾക്ക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് താഴേക്കും പോകും. പക്ഷെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ കർവായിരിക്കും. ആദ്യം വളരെ കുറവായിരിക്കും, പിന്നെ അത് മുകളിലേക്ക് കൂടും. അപ്പൊ ഈ കോമ്പൗണ്ടിങ്ങിൽ പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡെപ്റ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം ഡെപ്റ്റും കോമ്പൗണ്ട് ചെയ്യും. നമ്മൾ ഡെപ്റ്റ് തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് ചെയ്യും. ആ രീതിയിൽ നമുക്ക് വലിയ ഡെപ്റ്റുകൾ ആദ്യം ഉണ്ടെങ്കിൽ ആദ്യം അത് തീർക്കുക, അത് അടച്ചു തീർക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ സമയത്ത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പുറകെ നമ്മൾ പോകരുത്. കാരണം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉള്ള പണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള അസറ്റ്, പെട്ടെന്നുള്ള ഒരു സംതൃപ്തി, അതിനകത്തേക്ക് നമ്മൾ പോകരുത്. കാരണം ആ തിയറികൾ, ആ ഒരു അട്രാക്ഷൻ മുഴുവൻ നമ്മുടെ എമോഷണലി എടുക്കുന്ന ഒരു ഡിസിഷൻസ് ആണ്. അങ്ങനത്തെ ഒരു ഡിസിഷൻ നമുക്ക് ഒരിക്കലും ഒരു അസറ്റിന് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഒരു വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കില്ല. അതാണ് അയാൾ പറയുന്നത്. പക്ഷേ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് കോമ്പൗണ്ട് ചെയ്ത് ആദ്യം കാണാവുന്ന രീതിയിലില്ലെങ്കിലും ഏതാനും വർഷങ്ങൾക്കകം അത് വലിയ രീതിയിലേക്ക് വരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറി. പിന്നെ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇപ്പോഴത്തേക്കല്ല,